എം പത്മകുമാർ സംവിധാനം ചെയ്ത് 2018 റിലീസായ ജോസഫിലൂടെ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നുവന്ന ആളാണ് രഞ്ജൻ രാജ്. തുടർന്ന് കാണേ കാണേ, മാളികപ്പുറം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ രഞ്ജൻ ശ്രദ്ധേയനായി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗായകനായ NG ശ്രീകുമാറിനെ കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജൻ രാജ്. 1-2 ടെസ്കിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NG ശ്രീകുമാർ സാറിനെ ഞാൻ ആദ്യമായി കണ്ടത് സ്റ്റാർ സിംഗറിന്റെ സമയത്താണ്. ഗുരു തുല്യനായാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എന്റെ ഒരു സിനിമയിൽ അദ്ദേഹം പാടാമെന്ന് സമ്മതിച്ചതായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണം അധികം ഫോൺ വിളിക്കാറില്ല. എന്നാൽ സംവിധായകനും അദ്ദേഹം തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചു. ആ സിനിമയിൽ അദ്ദേഹം പാടിയില്ല. പിന്നീട് മാളികപ്പുറത്തിന്റെ സമയത്ത് അതിന്റെ റൈറ്റർ അഭിലാഷ് പിള്ള NG സാറിനെ വിളിച്ചു. ഇതുപോലെ ഒരു സിനിമയുണ്ട്, പാടാമോ എന്ന് ചോദിച്ചു. എന്നാൽ ഞാനാണ് മ്യൂസിക് ഡയറക്ടർ എന്നറിഞ്ഞപ്പോൾ പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അന്ന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. എന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഒടുവിൽ അദ്ദേഹം പാടാമെന്ന് സമ്മതിച്ചു. എന്നാൽ പാട്ട് പാടുന്നതിന്റെ തലേ ദിവസം വിളിച്ച് അതിന്റെ റൈറ്റേഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞു. അത് നടക്കാത്തത് കൊണ്ട് NG സാർ ആ പാട്ടിൽ നിന്നും പിന്മാറി. എന്നോട് അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, രഞ്ജൻ രാജു പറഞ്ഞു.